അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്റെ തലക്ക് വല്ലാത്ത ഭാരം. പിഷാരടിയൊക്കെ മത്സരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നാൽ എടുക്കൂ? ഇല്ല സാർ, ടൈം കിടക്കലേ, അതൊരു സോക കഥ. കാരണം ഇതെന്താന്ന് പറയട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇതെന്താണത് നേരത്തെ പറയാത്ത ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ? കാലത്തെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഇതേ കക്കൂസ അവിടെ ഇല്ലട്ടാ എന്ന് പറഞ്ഞാൽ അതിന് ഇറങ്ങിത്തിരിക്കണം. അതിന് അതവന്റെ ആവശ്യം. നടക്കൂലേ? അപ്പൊ പിഷാരടി മത്സരിക്കുന്ന പിഷാരടിക്ക് ഇതൊക്കെ പറ്റുമോ? അറിയില്ല. ഇനിയിപ്പം പറയട്ടെ, അവന് ഉദ്ഘാടനത്തിന് നല്ല കാശ് മേടിച്ചോണ്ടിരുന്നാണ്. ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോ അറിയില്ല. ഇനിയിപ്പം പറയട്ടെ, അവന് ഉദ്ഘാടനത്തിന് നല്ല കാശ് മേടിച്ചോണ്ടിരുന്നാണ്. ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോ പൈസ മേടിക്കാൻ പറ്റില്ല. മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ, ബാക്കിയുള്ള നെഞ്ചോടെ പടപെടാൻ ഇരിക്കുക. അപ്പൊ അത് പിഷാരടി പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. പെടുന്നു തോന്നുന്നു. കാരണം ഇനി കാരണം അവന്റെ കുറെ കാര്യങ്ങൾ നമുക്കിനി കിട്ടും. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടില് ട്രോളാനല്ല, പരിപാടിക്ക് വിളിക്കില്ലേ കാശ്. ഈ വക തമാശ ഒന്നും വേണ്ടെന്ന് നിന്നോട് പറഞ്ഞല്ലേ? പിഷാരടി നീ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാഗ്യം. ഉദാഹരണല്ലേ പറയണേ? അവൻ ജയിക്കുന്നതാണ് എന്റെ ഭാഗ്യം. അപ്പൊ ഞാൻ രാജാവ് മാതിരി. ജയിക്കാനാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തൊരു MLA ആയിട്ട് വരുന്നതും ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? അവൻ പിന്നെ നല്ല മനസ്സിനോട് അവൻ പിന്നെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അവൻ ക്ഷമ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റമാണ്. ദേഷ്യം വരെ മരുന്ന് കഴിക്കേണ്ടവൻ. അതിന് കാശുവല്ലോ അല്ല. ഞാനൊക്കെ ഷോർട്ട് ടെമ്പേർഡാ. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരു സ്വഭാവം ഇമോഷണലാണ് പെട്ടെന്ന്. അപ്പൊ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദേഷ്യം വരില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിനക്ക് എന്താടാ എന്താണെന്ന് അറിയില്ല ചേട്ടാ. ഞാൻ വർഷങ്ങളായിട്ട് എന്തൊക്കെ വന്ന് തല്ലിയാലും എനിക്ക് ദേഷ്യമൊന്നും പറ്റില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? മഹാത്മാഗാന്ധി തന്നെ പഠിപ്പിച്ചു തന്നതല്ല. ക്ഷമയിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ നാടാണ് കേരളം, അല്ല ഇന്ത്യ. നീ ഒന്ന് ഒഴിവായിട്ടാടാ.